ഈ ഇലക്ഷൻ പോസ്റ്റൽ ബാലറ്റ് ചെയ്യുമ്പോൾ എൻജിയുടെ അത് വേറെയാണ് വോട്ട് ചെയ്യുന്നത്. കുറച്ചുപേര് ചെയ്യുന്നുണ്ട്, എല്ലാവരും അല്ലല്ലോ. പൊട്ടിച്ച് തരുന്നതുകൊണ്ട് അറിയത്തില്ല, ഞങ്ങളത് പൊട്ടിക്കും. അത് പൊട്ടിക്കുമെന്നാണ് ചിന്തിക്കുക. അല്ലെ തരരുത് നമ്മുടെ കയ്യിൽ. നമ്മുടെ കയ്യിൽ തരണ്ട, നേരിട്ട് പോസ്റ്റ് ചെയ്തു. നിങ്ങളുടെ എല്ലാം MSCP എവിടെയൊക്കെ വലിയ നേതാവായിരുന്ന KSD ദേവദാസിന് ഇവിടെ പാർലമെന്റിൽ ആരും അറിയത്തില്ല. അദ്ദേഹത്തെ ഒരു മനുഷ്യനും അറിയത്തില്ല, ഒരാൾക്കും അറിയത്തില്ല. അവിടുന്ന് രാമേന്ദ്രൻ പിള്ള എല്ലാം കൂടെ പറഞ്ഞ് മത്സരിപ്പിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഏറ്റുവാങ്ങണം. വെറും 11,000 വോട്ടിനാണ് തോറ്റത്. സുജാത 70,000 വോട്ടിന് തോറ്റെടുത്ത്, ആര്യപ്പ് 70 തോറ്റെടുത്ത് വെറും 11,000 തോറ്റത്. അത്ര വലിയ പ്രവർത്തനമായിരുന്നു. എന്റെ ഗുരുനാഥനോട് ഓട്ടെന്നും പറഞ്ഞൊരു ഇതടിച്ച് എല്ലാ വീടിന്റെ ഭിത്തിയാലും ഒപ്പിച്ചു കൊടുത്തു. ആ ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ് അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്ന ഒരുപാട് പോസ്റ്റർ ബാലറ്റ് ഇട്ടു സാറിന്. അപ്പൊ എല്ലാം DC ഞങ്ങൾ പൊട്ടിച്ചു. പൊട്ടിക്കാൻ നമ്മൾ പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. മനസ്സിലായല്ലേ? അതൊക്കെ തെറ്റായ കാര്യം. NGO-യിൽപ്പെട്ടവരെല്ലാം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഭരണഘടന ഇത് പറയുന്നത് രാഷ്ട്രീയമില്ല. നിങ്ങളുടെ സംഘടനയ്ക്ക് ഏത് പാർട്ടിപ്പെട്ടവർക്കും ചെയ്യാം. അതങ്ങനെ പറയണം. ഞാൻ ഇന്നാർക്കാ വോട്ട് ചെയ്യുന്നത് എന്നെന്താ പറഞ്ഞ? ബഹുജന സംഘടനയിൽപ്പെട്ടവരെല്ലാം CPM-ന്റെ വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ മിക്കവാറും ചെയ്യുമല്ലോ. ഇവിടെ 100% ചെയ്യുന്നുണ്ട്. എവിടെയാ? 95% ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങളുടേത് 85-80 വരും. അതാരുടെ കുറ്റമല്ല, അത് കുറ്റപ്പെടുത്താനല്ല. പക്ഷെ ഒട്ടിച്ചു തന്നാൽ ആരും അറിയില്ല എന്ന് കരുതരുത്. പാർട്ടിയുടെ ഞങ്ങൾ ഒട്ടിക്കും. ഒട്ടിച്ച് വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരുത്തി എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നുമില്ല. തിരുത്തി ഞാൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ദേവദാസിന്റെ, ഞാനാ സെക്രട്ടറി. അപ്പോ ഞങ്ങൾ ഇട്ടു. അതിനൊന്നും യാതൊരു ആവശ്യമില്ല. ഒരു യൂണിയൻ മെമ്പർ ആയതുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊന്നും നിങ്ങളെങ്ങും മാറ്റിവെക്കണ്ട. പക്ഷെ യൂണിയൻ നിന്നുകൊണ്ട് യൂണിയനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് യൂണിയന്റെ നയവും രാഷ്ട്രീയവും അംഗീകരിക്കുന്നവർക്ക് മാത്രമേ മെമ്പർഷിപ്പ് കിട്ടൂ. എന്നാൽ യൂണിയന്റെ നയങ്ങളുടെ അംഗീകരിച്ച് യൂണിയൻ പ്രത്യേകിച്ച് പാർട്ടിയുടെ ഒരു രാഷ്ട്രീയം അവർ പറയുന്നില്ല, പുരോഗമന രാഷ്ട്രീയം പറയുന്നത്. അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. അപ്പൊ നമ്മൾ ധൈര്യമുള്ളവരും സത്യസന്ധരും നിർഭയരുമായിരിക്കും. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ധാരണയനുസരിച്ച്, അതിനൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷേ അത് തുറന്ന് സമൂഹത്തോട് പറയാനും തുറന്നു പറഞ്ഞുകൊണ്ട് സഹകരിക്കാനും. അല്ലെങ്കിൽ ബഹുജന പ്രസ്ഥാനത്തിൽ പോയിട്ട് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ കാണൂ. നമ്മുടെ പാർട്ടി പോയി ബഹുജന പ്രസ്ഥാനം എന്തിനാ?